എന്റെ യശോദേ, ഇങ്ങനെയുണ്ടോ കുഞ്ഞുങ്ങൾക്ക് സൂത്രപ്പണികള്? തപ്പിത്തപ്പി നടന്ന് വെണ്ണക്കുടത്തിന്റെ അടുത്തെത്തി. എന്നിട്ട് കള്ളക്കടക്കണ്ണാൽ ഒരു പരിധി നോട്ടം. മറഞ്ഞു നിന്ന് ഞാൻ ആ നോട്ടം കണ്ടു. കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നി. ആരുമില്ലെന്ന് ഉറപ്പായപ്പോ കണ്ണൻ മുട്ടുകാലിലിരുന്ന് പിന്നെ വെണ്ണക്കുടത്തിന്റെ വാവട്ടത്തിൽ പിടിച്ച് വായിലേക്ക് ഒറ്റ ചരിപ്പായിരുന്നു. തകർത്തൊഴുകുന്ന പുഴ പോലെ കുത്തിയൊലിച്ച വെണ്ണയിൽ കണ്ണൻ ആറാടി നിന്ന കാഴ്ച അതൊന്ന് കാണേണ്ടത് തന്നെ ആയിരുന്നു യശോദേ. നർന്നീന്റെ പാത്രം എവിടെ വെച്ചാലും മോന്റെ കണ്ണ് അവിടെ എത്തിയിരിക്കും. കണ്ണെത്തുന്നിടത്തേക്ക് കൈകൾ ഓടിച്ചെല്ലാൻ പിന്നെ ഏറെ സമയമൊന്നും വേണ്ട. പലപ്പോഴും കൂട്ടിന് രാമനും ഉണ്ടാകും. രാമൻ കലമൊന്നും പിടിച്ച് ചരിക്കില്ല, വെറുതെ നോക്കി നിൽക്കുകയുള്ളൂ. അനുജന് കവർച്ചയ്ക്ക് കള ഒരുക്കിയിട്ട് ജ്യേഷ്ഠൻ കാവൽ നിൽക്കുന്ന പോലെ. ശരിയാ യശോദേ. കണ്ണന്റെയും രാമന്റെയും കൂട്ടുകെട്ട് കാണുമ്പോൾ ആരാരുടെ വയറ്റിൽ പിറന്നുവെന്ന് എനിക്ക് തന്നെ സംശയമാണ്. എനിക്കും. നമ്മുടെ ഉണ്ണികൾക്ക് അമ്മമാർ രണ്ടുപേരാണ് അല്ലേ? അമ്പാടിയിലേക്ക് ഈ സൗഭാഗ്യങ്ങളെല്ലാം കൊണ്ടുവന്നത് രോഹിണി ദേവിയാണ്. ദേവി വന്നതിൽ പിന്നെയാണ് അമ്പാടി തിരുമുറ്റത്ത് കുഞ്ഞിക്കാലടികൾ ആദ്യം പതിഞ്ഞത്. വൈകാതെ ഈ ഉള്ളവൾക്കും കൈവന്നു ഒരമ്മയാകാനുള്ള മഹാഭാഗ്യം. എല്ലാം രോഹിണി ദേവിയുടെ ഐശ്വര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല യശോദേ. ഐശ്വര്യങ്ങൾ മനുഷ്യകരങ്ങളാലല്ല, ഈശ്വരകരങ്ങളാലാണ് ആനയിക്കപ്പെടുന്നത്. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഇടങ്ങളിൽ വൈകിയായാലും ശ്രീ വിളങ്ങുക തന്നെ ചെയ്യും. മഹാജ്ഞാനിയാണല്ലോ ഭവതിയുടെ പതിദേവനായ വസുദേവരാജൻ. ദേവി ഇപ്പോൾ പറഞ്ഞതിൽ ആ മഹാജ്ഞാനിയുടെ വാക്കുകൾ നിറഞ്ഞു നിൽക്കുന്നത് പോലെ. ഈ ഉള്ളവൾ അരുതാത്തത് ഓർമ്മിപ്പിച്ചു അല്ലേ? ഏയ് ഇല്ല. യശോദയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഒരു നിമിഷം ഞാൻ ദേവകിയെക്കുറിച്ച് ഓർത്തുപോയി. ഞാൻ എന്തു പറഞ്ഞാലും അതിലൊക്കെ പതിദേവന്റെ വാക്കുകളാണ് മുഴങ്ങുന്നതെന്ന് ദേവകി പറയുമായിരുന്നു. പാവം ദേവകി, ജന്മം നൽകിയ സന്താനങ്ങളെ ഒന്നും പോറ്റി വളർത്താൻ വിധി അനുവദിക്കാത്ത നിർഭാഗ്യവതി. സന്താപ തീക്കടലിന് നടുവിൽ കഴിയുന്ന അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും എനിക്കാവുന്നില്ലല്ലോ യശോദേ. ദേവി, എല്ലാം മംഗളമായി തന്നെ പര്യവസാനിക്കും. ആശ്വസിച്ചാലും സന്താന സൗഭാഗ്യത്താൽ ദേവകി ദേവി ഇനി അനുഗ്രഹിക്കപ്പെടും. ആ സപജ്ഞയോടൊത്ത് ഐക്യത്തിലും സമാധാനത്തിലും കഴിയാൻ ദേവിക്ക് ഇനി അവസരമുണ്ടാകും. ദേവി പറഞ്ഞില്ലേ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നിടത്ത് വൈകിയായാലും ശ്രീ വിളങ്ങുമെന്ന്. വസുദേവ മന്ദിരവും ശ്രീ വിളങ്ങി ദീപ്തമാവുന്ന കാലം വിദൂരമല്ലെന്ന്. സമാധാനിക്കണം ദേവി. ഭവതിയുടെ പ്രാർത്ഥന എത്രയും പെട്ടെന്ന് സഫലമാകട്ടെ. ഭദ്രേ, ഇവിടെ ഇരുന്ന വെണ്ണയും പാത്രം എവിടെ? നീ എടുത്തോ? ഇല്ല യശോദാമ്മേ. അപ്പൊ കണ്ണനായിരുന്നു വെണ്ണ കട്ടത്? ഞാനല്ലമ്മേ, പിന്നെ ആരാ? പൂച്ച. ആ, എന്നിട്ട് പൂച്ച എവിടെ? ദേ അവിടെ. എവിടെ? ഇവിടെയാ പൂച്ച. ഈ
കണ്ണൻ ആ പൂച്ച. കണ്ണും പൂച്ച